വനിതാ ഏഷ്യ കപ്പ് തിരിച്ചുപിടിക്കാൻ ഉറച്ചാണ് 7 വട്ടം കിരീടം സ്വന്തമാക്കിയ ഇന്ത്യ ഇത്തവണ UAE എത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ അടക്കമുള്ള ശക്തമായ ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ. നാളെ ആരംഭിക്കുന്ന ടൂർണമെന്റിൽ ഞായറാഴ്ചയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. സുവർണ കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് മുന്നേറുന്നത്. ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ ആത്മവിശ്വാസം, ലോർഡ്സിൽ ചരിത്ര ടെസ്റ്റ് ജയം നേടിയ കരുത്ത്, തുടർച്ചയായ വിജയങ്ങൾ ഇതെല്ലാം കൈമുതലാക്കിയാണ് ഹർമൻപ്രീത് കൗറും സംഘവും ഏഷ്യ കപ്പ് പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ഒരേ സമയം 2 വലിയ വെല്ലുവിളികളാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. UAE ഏഷ്യ കപ്പ് തിരിച്ചു പിടിക്കണം, അതിനുശേഷം ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നിലനിർത്തണം. ഏഷ്യയിലെ ഏറ്റവും കരുത്തുറ്റ വനിതാ ക്രിക്കറ്റ് ടീം എന്ന വിശേഷണം വർഷങ്ങളായി ഇന്ത്യക്കൊപ്പമുണ്ട്. 7 തവണ ഏഷ്യ കപ്പ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യയുടെ ആധിപത്യത്തിന് പക്ഷേ 2024 തിരിച്ചടിയേറ്റു. ചമാരി അത്തപ്പത്തുവിന്റെ ശ്രീലങ്ക ഇന്ത്യയെ വീഴ്ത്തി ആദ്യമായി ഏഷ്യ കപ്പ് കിരീടം സ്വന്തമാക്കി. കിരീടം തിരിച്ചു പിടിക്കാനുള്ള വഴി പക്ഷേ എളുപ്പമല്ല. ഗ്രൂപ്പ് എയിൽ ഇന്ത്യക്കൊപ്പം ചിരവൈരികളായ പാകിസ്ഥാനും തായ്ലാന്റും ഹോങ്കോങ്ങും. അതിൽ ഇന്ത്യ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ പോരാട്ടം പാകിസ്ഥാനെതിരെ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എത്രയോ സമ്മർദ്ദമുള്ള മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന്റെ സമ്മർദ്ദം മറ്റൊന്നാണ്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന മത്സരം, ക്രിക്കറ്റ് ആരാധകർ മാത്രമല്ല ഓരോ ഇന്ത്യക്കാരനും കാണുന്ന മത്സരം. അതുകൊണ്ട് തന്നെ സമ്മർദ്ദത്തെക്കാൾ കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സഹതാരങ്ങൾക്ക് ക്യാപ്റ്റൻ ഹർമന്റെ നിർദ്ദേശം. പക്ഷേ ഇന്ത്യയുടെ ലക്ഷ്യം ഒരു മത്സരം ജയിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഏഷ്യൻ കപ്പ് തിരിച്ചു പിടിക്കണം, അതിനൊപ്പം ഏഷ്യൻ ഗെയിംസിലും സ്വർണം നിലനിർത്തണം. ഹാങ്ഷുവിൽ അരങ്ങേറ്റം കുറിച്ചപ്പോൾ തന്നെ ഇന്ത്യ വനിതാ ക്രിക്കറ്റിൽ സ്വർണം സ്വന്തമാക്കിയിരുന്നു. ഇനി ജപ്പാനിലും അതേ നേട്ടം ആവർത്തിക്കണമെന്നതാണ് ഹർമൻപ്രീതിന്റെ ആഗ്രഹം. വിജയങ്ങളുടെ പടയോട്ടം തുടരാൻ 7 വട്ടം ഏഷ്യയുടെ ജേതാക്കളായ ഇന്ത്യ വീണ്ടും കിരീടത്തിലേക്ക് കണ്ണും നട്ട് ഇറങ്ങുകയാണ്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.